അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാളിക്കുട്ടിനെ പാറുവിനെയൊക്കെ കൂട്ടിയിട്ട് ഇന്ന് പാർക്കിലേക്ക് പോവാണ്. കുറേ ദിവസമായി പാറു അച്ഛനോട് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട് പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ കുറേ ദിവസമായിട്ട് അച്ഛനോട് പറയണതല്ലേ, അച്ഛനിന്ന് ഫ്രീ ആയതുകൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൽ പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പാർക്കാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പാറുവിനും മാളുവിനൊക്കെ ഒന്ന് വണ്ടിയിൽ കയറണം. ഡെയിലി വണ്ടിയിൽ കയറി എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മാളിക്കുട്ടിനാണെങ്കിൽ വണ്ടി കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി കയറിയിട്ട് യാത്ര ചെയ്യാനൊക്കെ മാളുവിനും പാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെയുള്ള പാർക്കിലേക്ക് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ യാത്രയിൽ കാണാം, റോഡിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വെള്ളമാണ്, പിന്നെ ഒരു സൈഡ് ഫുള്ള് മലകളും. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. അപ്പോൾ ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ റബ്ബറെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ മലയൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് വെള്ളവും ഒരു സൈഡ് ഫുള്ള് മലകളൊക്കെയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള, അത്യാവശ്യം നല്ല ഭംഗിയുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഇതായി കാണുന്ന ഈ വെള്ളമൊക്കെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെയാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഉദ്യാനവും അവിടെ ഗാർഡനും ഉണ്ട്. അപ്പോൾ ഒപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കാണ്. അപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ റംസാൻ അങ്ങനെ സീസണൊക്കെ വരുമ്പോൾ തിരക്കുണ്ടാവും. ഇപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പാറുവിന് ഭയങ്കര സന്തോഷമായി. പാറു മെയിനായിട്ട് പോണത് കളിക്കാനാണ്. എന്ന് പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും, കസിൻസ് ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാവും. ഇന്നാണെങ്കിൽ ഒറ്റയ്ക്കായതുകൊണ്ട് വലിയ മൂഡില്ല. കളിക്കാൻ നമ്മൾ എല്ലാത്തിലും നമ്മളോട് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. മാളു ആണെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മാളുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനും കാഴ്ചകളൊക്കെ കാണാനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പാറു നേരെ പോണത് പാർക്കിലേക്കാണ്. പാർക്കിൽ കളിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്കാണ്. അത് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, അവിടേക്കാണ് നേരെ പോണത്. അങ്ങനെ നമ്മൾ മാളിക്കുട്ടനെയും പാറുവിനെയൊക്കെ കൂട്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നേരെ വിടുകയാണ്. പാറു കുറച്ച് റൈഡൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് നേരെ പോവാണിത്. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ നമ്മൾ പോകുമ്പോഴും വേറെ ആരെങ്കിലുമൊക്കെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്രാവശ്യം ഒറ്റയ്ക്കായതുകൊണ്ട് പാറു ഓരോന്നിൽ കയറുമ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ നമ്മളെവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ മതി, പിന്നെ പാറു എല്ലാത്തിലും കയറിക്കോളും. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കിയാൽ മതി എല്ലായിടത്തിലും കയറുന്നതൊക്കെ. ഇപ്രാവശ്യം ആണെങ്കിൽ ഓരോന്നിൽ കയറുമ്പോഴും നമ്മളോടും കൂടെ വാന്നാണ് പറയണത്. പിന്നെ അവൾക്ക് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു കൂടുതലാണ് കേട്ടോ, അച്ഛൻ്റെ മോളാണ്. അപ്പോൾ അച്ഛനുണ്ടെങ്കിൽ കുറച്ചൊരു വാശി കൂടുതലാണ്. അപ്പോൾ ഓരോന്നിൽ കയറുമ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മാളിക്കുട്ടനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അണ്ടം വിട്ട് നോക്കുന്നുണ്ട്. സ്വന്തം ഒന്നിൽ കയറി നോക്കിയതാണ്. മാളുവിനെ വെറുതെ ഒന്ന് ഇരുത്തി നോക്കിയതാണ്. മാളുവിന് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ മാളുവിനെയും പാറുവിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം ഇങ്ങനത്തെ കുറേ റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് നമ്മൾ കുറച്ചേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയ റൈഡാണ് കേട്ടോ. ഇപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ പുതുതായിട്ട് കണ്ടതാണ്. അങ്ങനെ നമ്മൾ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട്, ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചേരൊക്കെ ഓരോന്നിലും കയറിയിട്ടൊക്കെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.